കൊറിയക്കാർ ജീവനെടുക്കുന്ന ഇന്ത്യക്കാരുടെ കഥകൾ ഇപ്പോൾ സജീവമായിട്ട് പല ചാനലുകളും ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കൊറിയ എന്ന് പറയുന്ന ഒരു രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തുള്ള ആളുകളെ കൊല്ലുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാണ്. അതും ഇവിടുത്തെ കുട്ടികളെ, ചെറുപ്പക്കാരെ ആണ് കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കൊറിയൻ സിനിമകൾ അല്ലെങ്കിൽ കൊറിയൻ ഡ്രാമകൾ ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ കൊറിയൻ ഫുഡുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, വിവിധ തരങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ് ഇന്ത്യക്കാർ എന്ന് പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് കൊറിയക്കാർ ഇന്ത്യക്കാരുടെ ജീവൻ എടുക്കുന്നത്? കഴിഞ്ഞ ദിവസം 3 പെൺകുട്ടികൾ ഗാസിയാബാദിൽ നിന്നും അവരുടെ ഫ്ളാറ്റിന്റെ 9ാം നിലയിൽ നിന്നും താഴേക്ക് ചാടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പിന്നാലെയാണ് വീണ്ടും ഈ ഒരു ചർച്ചകൾ സജീവമാകുന്നത്. ഇതിനു മുൻപ് ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞൊരു ഗെയിം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് പേരുടെ ജീവനെടുത്തു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഈ ഗെയിമിന്റെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അപകടങ്ങളിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിം. ആ ഒരു ഗെയിമിന് സമാനമായ മറ്റൊന്ന് ഇപ്പോൾ കൊറിയയിൽ നിന്നും ഉണ്ട്, അല്ലെങ്കിൽ കൊറിയൻ ഗെയിം ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു അവസാന സ്റ്റേജിൽ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ ഈ ഒരു മരണത്തിലേക്ക് അവസാനിക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ യഥാർത്ഥ വശം എന്താണ് എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ പറയുന്ന പെൺകുട്ടികളും കൊറിയൻ ഗെയിമുമായിട്ട് അത്രത്തോളം അഡിക്റ്റ് ആയി എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ എൻ്റെ ഒരു കാറ്റഗറി, ഞാനൊക്കെ പഠിച്ചിരിക്കുന്ന ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഒക്കെ ഈ പറയുന്ന BTS ആർമി, വളരെയധികം ഇഷ്ടത്തോടു കൂടി കാണുന്ന ഒരു BTS ബാൻഡ്, അതിന്റെ ഓരോ വ്യക്തികളെയും അത്രത്തോളം ആരാധനയോടെ നോക്കി കാണുന്ന, അല്ലെങ്കിൽ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പഠിച്ച് ജോലി വാങ്ങിച്ച് കൊറിയയിൽ പോയി ഈ പറയുന്ന ബാൻഡിലെ ഓരോരുത്തരെയും കാണാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്രത്തോളം കൊറിയൻ ഡ്രാമകൾ, സീരീസുകൾ, ബാൻഡ്, അല്ലെങ്കിൽ ഫുഡ്, ഡ്രസ്സിങ്, ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റിപ്പോൾ വളർന്നു വരുന്നുണ്ട്. ഇന്നിപ്പോൾ വരുന്ന ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ജെൻസി കാലഘട്ടത്തിലെ ഈ പറയുന്ന കുട്ടികളുടെ ഡ്രസ്സിങ് പോലും ഈ കൊറിയ ആസ്പദമാക്കിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഇപ്പോൾ പല കുട്ടികളും ഇത്തരത്തിൽ, കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്, പുഴയിലോ മറ്റോ ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ആത്മഹത്യക്കുള്ള കാരണം അന്വേഷിച്ചപ്പോൾ ഈ പെൺകുട്ടിയുടെ കൊറിയൻ സാങ്കല്പിക കാമുകൻ മരണപ്പെട്ടു. അപ്പോൾ തനിക്ക് ജീവിതം മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രണയ നൈരാശ്യത്തോടു കൂടി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം. ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇപ്പോ ഗെയിമുകളെ പറ്റി നേരത്തെ പറഞ്ഞ ബ്ലൂ വെയിൽ അടക്കമുള്ള ഗെയിമുകൾ, എനിക്കൊന്ന് ഇടയ്ക്ക് വെച്ചായിരുന്നു മോമോ എന്ന് പറയുന്ന മറ്റൊരു ഗെയിം വന്നു, ജീവൻ എടുക്കുന്നു, വാർത്തകൾ നമ്മൾ കേട്ടത്. പക്ഷെ ഇതിന്റെ എല്ലാം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും സജീവമായിക്കൊണ്ടിരിക്കുന്നത് കൊറിയൻ ലവ് ഗെയിം എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. ഇതിനകത്ത് പ്രണയമാണ്. അതായത് ആദ്യമേ ബ്ലൂ വെയിലൊക്കെ ആദ്യമേ തന്നെ ഡാർക്ക്, ഇരുണ്ട തരത്തിലുള്ള ടാസ്കുകളായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ഈ ലവ് ഗെയിമിൽ ചെറിയ ചെറിയ ടാസ്കുകൾ കൊടുത്ത് ഇൻട്രസ്റ്റിംഗ് ആക്കി, എൻഗേജ്ഡ് ആക്കി, ശേഷം അവർ തമ്മിൽ, ഇപ്പോൾ ലവ് ഗെയിമാണ്, അവരുടെ സാങ്കല്പിക കാമുകൻ വരുന്നു, ശേഷം അവർ ഓരോ ചലഞ്ചുകൾ കൊടുക്കുന്നു. ഈ ചലഞ്ചുകൾ ചെയ്ത് ഇതുമായി ഇൻട്രാക്ട് ചെയ്ത് അതിലവർ ജീവിച്ചു തുടങ്ങും. റിയാലിറ്റിയിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. ഒരു റൂമിൽ കതകടച്ചിരുന്ന് ഇത്തരത്തിലുള്ള ഗെയിമുകൾ, പിന്നീട് അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. ഇപ്പോൾ ഇവര് ഇതിനെല്ലാം ഒരു കഥാപാത്രമായിട്ട്, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഹർഷ തന്നെ പറഞ്ഞതുപോലെ BTS ആർമി ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ ഹർഷയ്ക്ക് അടക്കം ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന മറ്റനേകം കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത നിലയിലേക്ക് അല്ല, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലുകൾ, അവരുടെ ഫുഡ്, അവരുടെ മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ വെറുതെ ഒരു യൂട്യൂബിൽ ഇങ്ങനെ സ്കിൻ കെയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന, ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നുണ്ട്. അത് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൺകുട്ടികൾ, ഒരു കൂട്ടം തലമുറ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അവരെന്താണ് ചെയ്യുന്നത്, അവരെന്താണ് കഴിക്കുന്നത്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ജീവിതശൈലി എങ്ങനെയാണ്, അതുപോലെ ശ്രമിക്കുന്ന, നമ്മുടെ നാട്ടിൽ ശ്രമിക്കുന്നത്. പക്ഷേ അവരറിയുന്നില്ല, അല്ലെങ്കിൽ അറിയുന്നില്ലെന്നല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം അഡിക്ഷൻ ആണ്. എന്തിലാണെങ്കിലും നമ്മൾ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളാണ്. ഇതിപ്പോ കൊറിയൻ ലവ് ഗെയിം എന്ന് പറയുന്ന ഒരു ലവ് ഗെയിമാണ്. ഇതിന് പതിയെ ഇവർ അഡിക്റ്റഡ് ആകും, ഇതിൽ ജീവിച്ചു തുടങ്ങും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ പറയുന്നത് പോലെ ഭാഷ പഠിക്കുക, അല്ലെങ്കിൽ ഒരാളുമായി പരിചയപ്പെടുക, അവരോട് സംസാരിച്ചു തുടങ്ങുക. അതിനകത്ത് ഓരോ കഥാപാത്രങ്ങളും ഉണ്ട്. ഈ കഥാപാത്രങ്ങളെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മരിച്ചിട്ടുള്ള 3 പെൺകുട്ടികളുണ്ട്. 12, 14, 16 വയസ്സുള്ള 3 പെൺകുട്ടികൾ. ആ 3 പെൺകുട്ടികളെ അവർ പരസ്പരം വിളിക്കുന്നത് കൊറിയൻ പേരുകളിലാണ്, യഥാർത്ഥ പേരുകളല്ല. അപ്പൊ അവര് ആ ഒരു ഇതിൽ ജീവിക്കുകയായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ അവരുടെ മരണത്തിന്റെ കുറിപ്പിലാണെങ്കിൽ പോലും കൃത്യമായിട്ട് കൊറിയൻ വിഷയങ്ങൾ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇതിനു മുമ്പിട്ട് മരിച്ച പെൺകുട്ടിയുടെ മരണ റിപ്പോർട്ട് പറയുന്നത് തന്റെ കാമുകൻ മരിച്ചതാണ്, കൊറിയൻ കാമുകൻ മരിച്ചതാണ്, താൻ ആത്മഹത്യ ചെയ്തത്. അത് സാങ്കല്പിക മാത്രമാണ്. ഈ ഗെയിമിനുള്ളൊരു സാങ്കല്പിക കഥാപാത്രം. ഈ കഥാപാത്രത്തോടൊപ്പം ഇവർ ജീവിക്കുകയാണ്. ഇവർക്ക് യഥാർത്ഥ കാമുകനായിട്ട് ഇവര് അഡിക്റ്റഡ് ആയി പോവുകയാണ്. ഇപ്പോൾ ആ ഒരു കൊറിയൻ സാങ്കല്പിക കഥാപാത്രവുമായിട്ട് ഇവർ പരസ്പരം ചാറ്റ് ചെയ്യുന്നു,
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ സംസാരിക്കുന്നു, അതിനുശേഷം ചലഞ്ചുകൾ കൊടുക്കുന്നു, ഈ ചലഞ്ചുകൾ ഇവർ ഒന്നിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ ചലഞ്ചുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് ഇവർക്ക് ഓരോ ആളുകളെയും നഷ്ടപ്പെടുന്നത്. അതിനകത്ത് ഓരോ കഥാപാത്രങ്ങളെ ഇവർക്ക് നഷ്ടപ്പെടും. അങ്ങനെ കാമുകൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ഒരു പെൺകുട്ടി മരിച്ചത്. അപ്പോൾ ഈ 3 പെൺകുട്ടികളും ഇതിൽ അഡിക്റ്റഡ് ആയിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ചലഞ്ചുകളാണ് ഇവരെ കൂടുതൽ അഡിക്റ്റഡ് ആകുന്നത്. ഒരു സമയത്ത് ചൈനയായിരുന്നു ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത്. നമ്മൾ കണ്ടിരുന്നു പല ചൈനീസ് ആപ്പുകളിലും അഡിക്റ്റ് ആവുകയും പിന്നീട് ഇന്ത്യയിൽ ചൈനീസ് ആപ്പുകൾ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം ടിക്ടോക്ക് പോലും അത്രത്തോളം ജനങ്ങളെ നമ്മുടെ നാട്ടിൽ കോവിഡ് ടൈമിലൊക്കെ തന്നെ അല്ലെങ്കിൽ ലോക്ക്ഡൌൺ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ആപ്പായിരുന്നു. പിന്നീട് അത് ഒറ്റയടിക്ക് നിർത്തലാക്കുന്ന ഒരു സാഹചര്യം, അതിൽ ഒരുപാട് ആളുകൾ മനം നൊന്ന് അല്ലെങ്കിൽ ഇനി എന്ത് എന്നറിയാതെ പകച്ചു നിന്നൊരു സമയം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് പിന്നീട് യൂട്യൂബ് ഷോർട്സിലേക്കും ഇൻസ്റ്റാഗ്രാം റീൽസിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിയത്. അല്ല, ഇന്ന് ചില ആളുകളുടെ സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞാൽ അവര് ഇന്ത്യക്കാരാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റാറ്റസുകളാണ്. ഇപ്പൊ എനിക്ക് 1-2 സുഹൃത്തുക്കളുണ്ട്, ഈ കൊറിയൻ ഇതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇവരുടെ സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയയിൽ ഓരോ കാര്യങ്ങൾ എഴുതിയിടുക, കൊറിയൻ സ്റ്റാറ്റസുകൾ ഇടുക, കൊറിയൻ ആളുകളുടെ ഫോട്ടോ ഇട്ടിട്ട് അതിനകത്ത് കൊറിയയിൽ എഴുതിയിടുക. എന്താണ് ഏത് യൂണിവേഴ്സ് എന്നവർക്ക് മലയാളത്തിൽ എഴുതിയിട്ടൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ? ഇത് കൊറിയയിലാണ് എഴുതിയിടുന്നത്. ഇവർ ആ ഭാഷ പഠിക്കുന്നുണ്ട്, ആ ഭാഷയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൽ ഈ ഭാഷ സംസാരിച്ച് മറ്റേ അതിനകത്തുള്ള ഓരോ ആളുകളെ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം BTS എന്ന് പറയുന്ന ഒരു ബാൻഡ് നിർത്താൻ പോകുന്നു എന്നൊരു വിഷയം ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആർമികൾ അവർ സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക്, ഡിപ്രഷൻ അടിച്ചു പോകുന്ന രീതിയിലേക്ക്, ആങ്സൈറ്റി ഉണ്ടാകുന്ന സമയത്ത് വാർത്തകൾ കണ്ടിരുന്നു. ഈ 14 വയസ്സുള്ള 15 വയസ്സുള്ള പെൺകുട്ടികൾ നാട് വിട്ടു പോകുന്നത്, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം പലരെയും പലയിടങ്ങളിൽ നിന്ന് കണ്ടെത്തി. എവിടെ പോകുന്നതാണെന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്കറിയില്ല, 10ലും 9ലും പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ ഇങ്ങനെ കൊറിയയിൽ പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് കൂട്ടുകാരുമായി പോകുന്ന എത്രയോ ഡൽഹിക്കൊക്കെ വണ്ടി കയറിയ ആളുകളുണ്ട്. എവിടെ പോകാനാണെന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഞാൻ കൊറിയക്ക് പോകാൻ ഡൽഹിയിൽ നിന്ന് വണ്ടി കയറിയതാണ് എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അതെ, അത്രത്തോളം ഈ കൊറിയ ഇത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ യുവാക്കൾക്കിടയിൽ. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് വീട്ടുകാർ മാത്രമല്ല, രാജ്യത്തിന്റെ താല്പര്യങ്ങൾ അനുസരിച്ച് പലപ്പോഴും ഇത്തരത്തിലുള്ള ഗെയിമുകളൊന്നും നമ്മുടെ പ്ലേ സ്റ്റോറിലോ മറ്റിവിടെയൊന്നും കിട്ടില്ല. ഇതെല്ലാം ക്രോം വഴി അല്ലാതെ ഡൗൺലോഡ് ചെയ്യുന്ന പല ആപ്പുകളുമാണ് ഇത്തരത്തിലുള്ള ആപ്പുകൾ. അപ്പോൾ പ്രധാനമായിട്ടും വീട്ടുകാരാണ്. ഇപ്പോൾ കുട്ടികളെ പോലും ഈ ചെറിയ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എളുപ്പമാണ്, അവരെ അഡിക്റ്റഡും ആയിപ്പോകും. ഈ പറയുന്ന ഗെയിമുകൾ ഇപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ പ്ലേ സ്റ്റോറിലൊന്നും ലഭിക്കില്ല. പക്ഷെ നമ്മുടെ കൂടെയുള്ള കുറെ ഫ്രണ്ട്സ് ഇത് കളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവരെന്താണ് സംസാരിക്കുന്നത്, അവരെന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അത് കാണാനുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു ഗെയിം കളിക്കാനുള്ള. അതിനുശേഷം അവർ ഇത് ഈ പറയുന്നത് പോലെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടുകാരുടെ മറച്ചു വെച്ചുകൊണ്ട് ഗെയിം കളിച്ചു തുടങ്ങുന്നു. പിന്നീട് വീട്ടുകാരോട് പോലും ഒരു ബന്ധവുമില്ലാത്ത നിലയിൽ ഈ ഗെയിമിന് അഡിക്റ്റ് ആവുന്നു. കുട്ടികൾ എന്ത് ചെയ്യുകയാണ്, കുട്ടികൾ ഫോണിൽ കളിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടക്കുന്ന മാതാപിതാക്കൾക്കിടയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുന്നത്. പലരും അറിയുന്നില്ല തന്റെ മക്കൾ എന്താണ് മൊബൈലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ കൊറിയൻ ഡ്രാമകൾക്കും സിനിമകൾക്കും ഫുഡുകൾക്കും കൊറിയൻ സംസാരത്തിലും ഒക്കെ മക്കളുടെ രീതിയിൽ ഭാഷയിൽ വ്യത്യാസപ്പെടുന്നുണ്ടെങ്കിൽ ഇവർ ഇത്തരത്തിലുള്ള ഗെയിമുകൾ കളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിൽ അഡിക്റ്റഡ് ആകുന്നുണ്ടോ എന്ന് യഥാർത്ഥത്തിൽ നോക്കേണ്ടത് രക്ഷകർത്താക്കൾക്കാണ്. സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഇതൊന്നും നോക്കാൻ കഴിയില്ല. പക്ഷെ ഇത് കുറച്ചുകൂടെ നിയന്ത്രിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. കാരണം 1-2 വിഷയങ്ങളല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്.